ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സങ്കീർത്തനം 50:23, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. ബലിയായി കണ്ണുനീര്, ബലിയായി നെടുവീർപ്പുകൾ, ബലിയായി ജീവിതത്തിൻ്റെ തകർച്ചകൾ അർപ്പിക്കാൻ എല്ലാവർക്കും പറ്റും. എന്നാൽ ബലിയായി നന്ദി, തിരുമുൽ കാഴ്ചയായി ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി അർപ്പിക്കുന്നവൻ ചങ്ക് കിടന്ന് പിടയുമ്പോഴും നെഞ്ചു കിടന്ന് ഒലിയുമ്പോഴും ഹൃദയം കിടന്ന് തകർന്ന് താഴുമ്പോഴും ബലിയായി, സ്തുതിയായി, ബലിദാനമായി നന്ദി അർപ്പിക്കുന്ന മനുഷ്യൻ സത്യത്തിൽ ദൈവത്തെ ബഹുമാനിക്കുന്നു. അഥവാ കണ്ണീർ കാഴ്ചകളും ഭാരങ്ങളും ദൈവത്തിന് അർപ്പിക്കുക ഏത് പിടയുന്ന മനുഷ്യൻ്റെയും ഒരു രീതിയാണല്ലോ. എന്നാൽ പിടച്ചിലിൻ്റെയും ഭാരങ്ങളുടെയും നടുവിൽ ബലിയായി, സാക്രിഫൈസായി ഞാൻ നന്ദി അർപ്പിക്കുമ്പോൾ, കൃതജ്ഞത അർപ്പിക്കുമ്പോൾ ഞാൻ ശരിക്കും ദൈവത്തെ ബഹുമാനിക്കുന്നു. ഞാൻ കണ്ണുനീരും ഭാരവും അർപ്പിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി നിലകൊള്ളുന്നു. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്ന ഒരു മഹാനുഭവനായി മാറാൻ നിനക്ക് ദൈവം ഇടവരുത്തട്ടെ. ആമേൻ. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ അപൂർവമായ, വളരെ വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷ പരിചയപ്പെടുത്തുകയാണ്. 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ ഈശോമിശിഹായെ ആരാധിക്കുന്ന ഒരു അപൂർവ ശുശ്രൂഷ ഈ വരുന്ന ആഗസ്റ്റ് 29 വൈകുന്നേരം 5 മണി മുതൽ 31 ശനിയാഴ്ച 2 മണി വരെ നിരന്തരം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് വിശുദ്ധരോടൊപ്പം അണിചേരാം. നമുക്കറിയാം, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അവരുപയോഗിച്ച വസ്തുക്കളുടെ ഭാഗങ്ങളോ ഒക്കെയാണ്. അതൊരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചല്ല, നമുക്ക് മുമ്പിൽ അവരുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധരുടെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായി തിരുശേഷിപ്പുകളെ കണ്ടു വണങ്ങി എന്നാൽ ഏക രക്ഷകനെ ആരാധിക്കാൻ പറ്റിയ അപൂർവമായ ഒരു അവസരം. നമ്മൾ 1, 2, 3, 4 തിരുശേഷിപ്പുകളൊക്കെ കണ്ടു കാണും, കയ്യിലെടുത്ത് കാണാൻ മുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇത് 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലാണ് ഈ അനുഗ്രഹ ശുശ്രൂഷ. നേരവും സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. വിശദ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബ്രദർ മനു കാട്ടടിയാണ് സഭയുടെ അംഗീകാരമുള്ള ഈ തിരുശേഷിപ്പുകൾ ശേഖരിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചുകൂടി സഭയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആമേൻ ആമേൻ.